ഒരു തടിക്കുടിലിൽ ജനിച്ചു, ദാരിദ്ര്യത്തിൽ വളർന്നു. എന്നിട്ടും ഒരു ജനതയെ സ്വയം പിളരുന്നതിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു. ഇത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു കഥ മാത്രമല്ല, ഇത് എബ്രഹാം ലിങ്കന്റെ യഥാർത്ഥവും ശക്തവുമായ ജീവിതകഥയാണ്. ലിങ്കൻ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് വളർന്നത്. വെറും 9 വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടു. കുടുംബത്തെ സഹായിക്കാൻ അവൻ എല്ലാ ദിവസവും ഫാമിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. 1 വർഷത്തിൽ താഴെ മാത്രമേ അദ്ദേഹം സ്കൂളിൽ പോയിരുന്നുള്ളൂ. പക്ഷേ പഠനത്തോടുള്ള അദ്ദേഹത്തിന്റെ ആവേശം ഒരിക്കലും മങ്ങിയില്ല. അദ്ദേഹം കൂട്ടുകാരിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങിയും രാത്രി മെഴുകുതിരി വെളിച്ചത്തിൽ ക്രമേണ അദ്ദേഹം വായിക്കാനും എഴുതാനും സംസാരിക്കാനും സ്വയം പഠിച്ചു. ശ്രദ്ധേയമായ ഒരു ഭാവിയുടെ അടിത്തറ കെട്ടിപ്പടുത്തു. ലിങ്കന്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു. തിരഞ്ഞെടുപ്പുകളിൽ പലതവണ പങ്കെടുത്തെങ്കിലും അദ്ദേഹം നിരന്തരം തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അതിനുശേഷം ലിങ്കൻ ആഴത്തിലുള്ള വൈകാരിക പോരാട്ടത്തിലൂടെ കടന്നുപോയി. എന്നാൽ ലിങ്കൻ ശ്രമം നിർത്തിയില്ല. അദ്ദേഹം തന്നിൽ തന്നെ വിശ്വസിച്ചു. എനിക്ക് പതുക്കെ നടക്കാൻ കഴിയും, പക്ഷെ ഞാൻ ഒരിക്കലും പിന്നോട്ട് നടക്കില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം എഴുന്നേറ്റ് മുന്നോട്ട് പോയി. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം 1860 ലിങ്കൻ ഒടുവിൽ അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അത് വളരെ ദുഷ്കരമായ സമയമായിരുന്നു. രാജ്യം പിളരുകയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ സർക്കാരിനോട് യോജിച്ചിരുന്നില്ല. അതിനാൽ അവർ യൂണിയൻ വിട്ടു. അതിനുശേഷം ആഭ്യന്തര യുദ്ധം എന്ന പേരിൽ ഒരു വലിയ യുദ്ധം ആരംഭിച്ചു. രാജ്യത്തെ ഒരു ഭീകരമായ യുദ്ധത്തിലൂടെ നയിക്കേണ്ടി വന്നെങ്കിലും രാജ്യത്തെ ഐക്യത്തോടെ നിലനിർത്താനും അടിമത്തം എന്നേക്കുമായി അവസാനിപ്പിക്കാനുമുള്ള സ്വപ്നത്താൽ നയിക്കപ്പെട്ട അദ്ദേഹം ശാന്തനും ശക്തനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനുമായി തുടർന്നു. യുദ്ധസമയത്ത് ലിങ്കൻ നിരവധി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കൃതികളിലൊന്ന് 1863 വിമോചന വിളംബരമായിരുന്നു. വിമത സംസ്ഥാനങ്ങളിലെ എല്ലാ അടിമകളും ഇപ്പോൾ സ്വതന്ത്രരാണെന്ന് അതിൽ പറയുന്നു. പിന്നീട് രാജ്യമെമ്പാടും അടിമത്തം അവസാനിപ്പിക്കുന്ന 13ാം ഭേദഗതി പാസാക്കാൻ അദ്ദേഹം സഹായിച്ചു. ഗെറ്റ്സ്ബർഗ് അഡ്രസ് എന്ന ഒരു ശക്തമായ പ്രസംഗം അദ്ദേഹം നടത്തി. ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ അമേരിക്ക സ്വാതന്ത്ര്യത്തിന്റെ നാടായിരിക്കണമെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. 1865 ഏപ്രിലിൽ യുദ്ധം ഒടുവിൽ അവസാനിക്കുകയും രാജ്യം രക്ഷിക്കപ്പെടുകയും ചെയ്തു. ആളുകൾ പ്രതീക്ഷയും ആശ്വാസവും കൊണ്ടു നിറഞ്ഞു. എന്നാൽ ദിവസങ്ങൾക്കു ശേഷം ഒരു നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ലിങ്കൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. രാജ്യം സുഖപ്പെടുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അമേരിക്കയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. എബ്രഹാം ലിങ്കൻ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് വന്നത്. എന്നിട്ടും ഒരു യഥാർത്ഥ നേതാവിനുണ്ടായിരിക്കേണ്ട എല്ലാമായി അദ്ദേഹം മാറി. അദ്ദേഹം ഒരു രാജ്യത്തെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം വരും തലമുറകൾക്ക് പ്രചോദനമാണ്.